വെൽക്കം ടു മാസ്റ്റർ അക്കാദമി. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റന്റ് എക്സാമിൻ്റെ കൺഫർമേഷൻ ഒക്കെ വന്നു. എല്ലാവരും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിയോ? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാൽ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് വളരെയധികം സ്കോപ്പുള്ള ഒരു എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കണം. എല്ലാ ഏരിയകളും കൃത്യമായി പഠിച്ചു പോവുകയും ആ ഏരിയകളിൽ നിന്നെല്ലാം വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ നേടാനായിട്ട് പറ്റും. അത്യാവശ്യം വേക്കൻസീസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ജോലിക്ക് കയറാനായിട്ടും പറ്റും. നമ്മുടെ മുന്നിലുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഏതെന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഈ അസിസ്റ്റന്റ് എക്സാം. അതിൻ്റെ സിലബസ് ഒക്കെ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ സിലബസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ കാര്യം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കോർ ഏരിയാസ് ഉണ്ട്. ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്, റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകൾക്കകത്തൊക്കെ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഏരിയയുണ്ട്. അതിൽ നിന്ന് വന്ന ഏരിയകൾ നോക്കുക, ക്വസ്റ്റ്യനുകൾ വന്ന ഏരിയകൾ നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും ഏതെല്ലാം ഏരിയയാണ് PSC ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഏരിയയാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. കൃത്യമായി വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നമ്മൾ കുറച്ചധികം MCQs വർക്കൗട്ട് ചെയ്യും. അതും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. ഈ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ മാസ്റ്റർ കീയിൽ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് KFCയുടെ. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരിക. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കും. കൃത്യമായിട്ട് നിങ്ങൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും. എക്സ്ട്രാ ആയിട്ട് ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസും ഉണ്ട്. അതായത് MCQs ഏകദേശം 2500-ലധികം വരുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആരും ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല, സിലബസ് വന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി കൺഫർമേഷൻ വന്ന് ഇനിയിപ്പം എന്താണ് നമ്മളുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇത് വന്നതിന് ശേഷം മാത്രമേ ഞാൻ പഠിച്ചു തുടങ്ങുള്ളൂ, അങ്ങനെ ഒന്നും അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുള്ളൂ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇപ്പോഴേ എന്ത് ചെയ്യുക? കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് KFC എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വളരെ കോറായിട്ടുള്ള ഒരു ഏരിയയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്താണ്? Owners include the legal owner, beneficial owner, deemed owner. ആരൊക്കെയാണ്? ലീഗൽ ഓണർ, ബെനഫിഷ്യൽ ഓണർ, അതുപോലെ തന്നെ ആരാണ്? ഡീംഡ് ഓണർ, ബെനഫിഷ്യൽ ഓണർ, ലീഗൽ ഓണർ. വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ചില കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡീംഡ് ഓണർ. നമ്മുടെ PSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് ഈ ഡീംഡ് ഓണറിൽ നിന്ന് പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വന്ന ക്വസ്റ്റ്യനുകൾ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കുക, എന്താണ് ലീഗൽ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ലീഗൽ ഓണർ മീൻസ് a person who has the legal title of the property as per the Transfer of Property Act or Registration Act. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരമോ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമോ ഒരു പ്രോപ്പർട്ടിയുടെ ലീഗൽ ടൈറ്റിൽ ആരുടെ കൈവശമാണോ അയാളെയാണ് എന്തെന്ന് പറയുന്നത്? ലീഗൽ ഓണർ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം, ലീഗൽ ഓണർ മീൻസ് എ പേഴ്സൺ who has the legal title of the property as per the Transfer of Property Act, Registration Act, etc. അതായത് എന്താണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആക്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ലീഗൽ ടൈറ്റിൽ ഇന്ന വ്യക്തിയുടെ കയ്യിലാണ് എങ്കിൽ ആ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? ലീഗൽ ഓണർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബെനഫിഷ്യൽ ഓണർ. ബെനഫിഷ്യൽ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for income tax purpose, income tax in the purpose, it is the necessary that the property must be, it is not വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. For income tax purpose, income tax in the purpose, it is not necessary that
the property must be registered in the name of the assessee. അസസിയുടെ പേരിൽ തന്നെ ആ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണം എന്ന് ഇല്ല. ഏതിന്റെ പർപ്പസിൽ? ഇൻകം ടാക്സിന്റെ പർപ്പസിൽ. ഓർത്ത് വെക്കുക, ഫോർ ദി ഇൻകം ടാക്സ് പർപ്പസ് it is not necessary that the property must be registered in the name of assessee. The assessee is enjoying the property as an owner to the full extent. He will be treated as a beneficial owner of such a property. അതായത് ആ ഒരു പ്രോപ്പർട്ടി അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊന്നുമില്ല. ഒരു ഓണർ എന്തെല്ലാം അധികാരത്തോടുകൂടി അത് യൂസ് ചെയ്യുന്നോ അതേ രീതിയിൽ ആ ഒരു പ്രോപ്പർട്ടിയെ, ആ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ എക്സ്റ്റെന്റ് ഈ ഒരു ഓണർ എങ്ങനെയാണോ അത് എൻജോയ് ചെയ്യുന്ന അതേ രീതിയിൽ ഒരാൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ബെനഫിഷ്യൽ ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യാം. മക്കളെ മസ്റ്റായിട്ട് പഠിച്ചോളാം. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയി ക്വസ്റ്റ്യൻ വരും, ഷുവറാണ്. ഇവിടെ നോക്കിയേ, if the assessee is enjoying the property as the owner to the full extent, he will be treated as the beneficial owner of such property and will be charged under the head of income from house property. Will be charged in the head of income from house property. മനസ്സിലായോ? അതായത് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് ദ അസസി ഈസ് എൻജോയിങ് ദ പ്രോപ്പർട്ടി, അതായത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയുടെ ലീഗൽ ടൈറ്റിൽ അദ്ദേഹത്തിന്റെ പേരിലല്ല, പക്ഷെ അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന അദ്ദേഹത്തിന്റെ പേരിലല്ല. ഇഫ് ദ അസസി ഈസ് എൻജോയിങ് ദ പ്രോപ്പർട്ടി ആസ് ദ ഓണർ, ഓണർ എങ്ങനെയാണോ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന അല്ലെ എൻജോയ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇയാൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അയാളെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ബെനഫിഷ്യൽ ഓണർ ആയിട്ട് കൺസിഡർ ചെയ്ത് ഏതിന്റെ അണ്ടറിൽ വരും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ വരും. ഓക്കെ ആണല്ലോ? അടുത്തത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. എല്ലാ തവണത്തെയും, അതായത് ഇൻകം ടാക്സ് എന്നൊരു ഏരിയ സിലബസിനകത്തുണ്ട് എങ്കിൽ ഡീംഡ് ഓണറിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചാൽ എന്താണ് ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഷാൽ ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് ഓണർ ആർ ലയബിൾ ടു ടാക്സ്. ഡീംഡ് ഓണർ എന്താണ്? ലയബിൾ ടു ടാക്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ നോക്കിയേ, an individual transfer otherwise than the adequate consideration. ആഡിക്കേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ വാങ്ങാതെ, ആഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ വാങ്ങാതെ ഒരു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ചെയ്യാണ് എനി ഹൗസ് പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി ടു ഹിസ് ഓർ ഹെർ സ്പൗസ്, അതായത് ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ യാതൊരു രീതിയിലുള്ള കൺസിഡറേഷനും വാങ്ങാതെ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നോട്ട് ബീങ് ട്രാൻസ്ഫർ ഇൻ കണക്ഷൻ വിത്ത് ആൻ എഗ്രിമെന്റ് ടു, അതായത് അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയി എന്നുള്ള ഒരു എഗ്രിമെന്റ് ഒന്നും ഇല്ല. അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു കൺസിഡറേഷനും വാങ്ങാതെ ഇവർ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓർ ടു മൈനർ ചൈൽഡ് നോട്ട് ബീങ് മാരീഡ് ഡോട്ടർ, മൈനർ ആയിട്ടുള്ള ചൈൽഡ് അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഡോട്ടർ, മാരീഡ് അല്ലാത്ത ഡോട്ടർക്ക് ഒക്കെ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സച്ച് പേഴ്സൺ ഷാൽ ബി, അങ്ങനെയുള്ള ആ ഒരു പേഴ്സണെ ആഡിക്കേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ വാങ്ങാതെ തന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ എന്ത് ചെയ്യാണ്? ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിയെ എന്തെന്ന് പറയാം മക്കളെ? ഡീംഡ് ഓണർ എന്ന് പറയാം. ആരാണ്? ഡീംഡ് ഓണർ. ഓർത്ത് വെക്കുക, സച്ച് പേഴ്സൺ ഷാൽ ബി ഡീംഡ് ടു ദ ഓണർ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി സോ ട്രാൻസ്ഫേർഡ് and the holder of an impartable estate. അടുത്തതാണ്, രണ്ടാമത്താണ് impartable estate ന്റെ ഹോൾഡർ. And holder of an impartable estate shall be deemed to be individual owner of the properties combined in the estate. അല്ലെ, ആ ഒരു എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റ് എന്ത് ചെയ്തില്ല? പാർട്ടീഷൻ നടത്തിയിട്ടില്ല. ഇമ്പാർട്ടബിൾ ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആണ് എങ്കിൽ അത് ആരാണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് എന്തെന്ന് പറയാനായിട്ട് പറ്റും? ഡീംഡ് ഓണർ എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് മൂന്നാമത്തെ കേസാണ്. നോക്കിയേ, എ മെമ്പർ ഓഫ് കോർപ്പറേറ്റ് സൊസൈറ്റി, കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മെമ്പർ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സന്റെ മെമ്പർ to whom a building or the part of thereof is allocated or leased under the house building scheme. House building scheme shall be deemed to the owner of the building or the part of there. അതായത് നമ്മളുടെ കോർപ്പറേറ്റ് സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ കമ്പനിയുടെയോ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിന്റെയോ മെമ്പർ ആയിട്ടുള്ള ഒരാൾ, ഈ ആൾക്ക് കമ്പനി അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ എന്താണ് കോർപ്പറേറ്റ് സൊസൈറ്റി എന്ത് ചെയ്യാണ്? ഒരു ഫ്ലാറ്റോ ബിൽഡിങ്ങോ ഒക്കെ എന്ത് ചെയ്യാണ്? ലീസിനോ അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്തോ ഒക്കെ
കൊടുക്കുകയാണ്. അണ്ടർ ഏത് സ്കീം അനുസരിച്ച്? ഹൗസ് ബിൽഡിംഗ് സ്കീം അനുസരിച്ച് കൊടുക്കുകയാണ് എങ്കിൽ അയാളെ എന്തായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും? ഡീംഡ് ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ലീഗൽ ടൈറ്റിൽ അയാളുടെ കയ്യിലാണോ? അല്ല. പക്ഷെ അത് എന്താണ്? നമ്മുടെ ഹൗസിംഗ് സ്കീം അനുസരിച്ചാണ് കൊടുത്തേക്കുന്നത്. കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. അങ്ങനെയാണ്, അതിലെ മെമ്പറാണ്. അതുകൊണ്ടൊക്കെയാണ് അയാളെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡീംഡ് ഓണർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓർത്ത് വെച്ചാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. അടുത്ത നോക്കിയാൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ ഹു ഈസ് അലൗഡ് ടു ടേക്ക് ഓർ റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ദി ബിൽഡിംഗ് ഓർ പാർട്ട് ദർ ഇൻ ദ പാർട്ട് ഓഫ് ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് of the nature is referred as the section 53A of the Transfer of Property Act 1882 shall be deemed to the owner of the building or part there is. അതായത് a person who is allocated to take or retain the position of any building or part of the performance of the contract. ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ അതിനൊരു പാർട്ട് ഒരാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 സെക്ഷൻ 53A പ്രകാരം ഇദ്ദേഹത്തിനെ എന്തായിട്ട് ബിൽഡിങ്ങിന്റെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഡീംഡ് ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യാം. 5ാമത്തെ കേസാണ് a person having the long, ഇത് ചോദിച്ചിട്ടുള്ളതാണ്, a person having long term lease right in the property under the lease agreement. ലീസ് എഗ്രിമെന്റിൽ ഒരു പ്രോപ്പർട്ടി റൈറ്റ് എടുക്കുകയാണ്. ലീസ് എഗ്രിമെന്റ് അറിയാലോ, അതായത് ഒരു പർട്ടിക്കുലർ പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഒരാളുടെ അസറ്റ് മറ്റൊരാൾ യൂസ് ചെയ്യാനായിട്ടും എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു ലീസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ലെസറുടെ ഒരു ലീഗൽ ടൈറ്റിലുള്ള ആളാണ് ലെസർ എന്ന് പറയുന്നത്. ലെസറുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എക്യുപ്മെന്റ് എന്താണ് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തുകൊണ്ട് ലെസ് എന്ത് ചെയ്യാം? മേടിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് ലീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലോങ് ടേമിലേക്കുള്ള ലീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഹാവിങ് എ ലോങ് ടേം ലീസ് റൈറ്റ് ഓഫ് എ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടിക്ക് മേൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ലീസ് റൈറ്റ് എടുക്കുകയാണ്. എ ലീസ് എഗ്രിമെന്റ് എക്സ്റ്റെൻഡിങ്, ലീസ് എഗ്രിമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് 12 years ആകട്ടെ മക്കളെ. ഇത് ഒരു തവണത്തെ HSST കൊമേഴ്സ് എക്സാമിന് 12 months എന്ന് പറഞ്ഞു തന്നു. 12 months എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് എന്ത് ചെയ്തു? ഇതെടുത്തങ്ങ് പിക്ക് ചെയ്ത് വെച്ചു, ഡീംഡ് ഓണർ ആണെന്ന് പറഞ്ഞു. 12 years ആണ്, 12 months അല്ല, 12 years ആണ്. Exceeding to 12 years or more in the aggregate, including the terms of which lease is may be extended. അതായത് എന്താണ്? ഇത്ര ഓർത്ത് വെക്കുക. ലീസ് എഗ്രിമെന്റിന് കൊടുത്തു. ലീസ് എഗ്രിമെന്റിന്റെ ആ ഒരു പീരീഡ് എത്രയാണ്? 12 വർഷത്തിൽ കൂടുതലാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയും ആ ഒരു പ്രോപ്പർട്ടിയുടെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഡീംഡ് ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യാം. മക്കളെ നോക്കിയേ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് പറഞ്ഞത്. ആ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനുകളാണ്, അതായത് വരാൻ സാധ്യതയുള്ളതല്ല, ഓൾറെഡി വന്ന ക്വസ്റ്റ്യനുകളാണ് കാണിക്കുന്നത്. അസേർഷൻ ആയിട്ട് പറഞ്ഞേക്കാണ്, a person who enjoys the full right over the property even without holding the legal title can be assessed as the owner under income from house property. അതായത് ഒരു പേഴ്സൺ എൻജോയ് ചെയ്യാണ് ഫുൾ റൈറ്റ്, ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ റൈറ്റും അയാൾ എൻജോയ് ചെയ്യാണ് വിത്തൗട്ട്, അയാൾക്ക് ലീഗൽ ടൈറ്റിൽ ഇല്ല, പക്ഷെ ആ ഒരു പ്രോപ്പർട്ടിന്മേലുള്ള ഫുൾ ആയിട്ടുള്ള റൈറ്റും അയാൾ എൻജോയ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇൻകം ടാക്സിന്റെ പർപ്പസിൽ ക്യാൻ ബി അസസ്ഡ് ആസ് എ ഓണർ അണ്ടർ, അയാൾ ഓണർ ആയിട്ട് ഇൻകം ടാക്സിന്റെ പർപ്പസിൽ അസസ് ചെയ്യും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി റീസൺ പറഞ്ഞേക്കാണ്, ബെനഫിഷ്യൽ ഓണർഷിപ്പ് ഈസ് എ റെക്കഗ്നൈസ്ഡ് അണ്ടർ ഇൻകം ടാക്സ് ഈവൻ ഇഫ് ദ പേഴ്സൺ ഈസ് നോട്ട് ദ രജിസ്റ്റേർഡ് ഓണർ. ബെനഫിഷ്യൽ ഓണർഷിപ്പ് എന്നുള്ളത് ഇൻകം ടാക്സിന്റെ അണ്ടറിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇവൻ ദ പേഴ്സൺ നോട്ട് രജിസ്റ്റേർഡ്, അയാൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓണർ ആകണമെന്ന് ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ദ പേഴ്സൺ ഈസ് നോട്ട് ദ രജിസ്റ്റേർഡ് ഓണർ എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ ഏതാ ആൻസർ വരുന്നത്? നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. ഇതൊരു അസേർഷൻ റീസൺ ടൈപ്പ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതായിരിക്കും ആൻസർ വരുന്നത്? നമ്മൾ പഠിച്ച ഏരിയ തന്നെയല്ലേ? നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്തില്ലേ? ഏതാ ആൻസർ ചെയ്ത്? മാർക്ക് ചെയ്തോ? എല്ലാവരും മാർക്ക് ചെയ്തോ മക്കളെ? ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ബെനഫിഷ്യൽ ഓണർഷിപ്പ് ഈസ് എന്താണ്? സഫിഷ്യന്റ് ഫോർ ടാക്സിങ് അണ്ടർ ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്ത് നമ്മൾ കൺസിഡർ ചെയ്യും? ബെനഫിഷ്യൽ ഓണർഷിപ്പ് കൺസിഡർ ചെയ്യും. അതായത് അതിന്റെ ലീഗൽ ടൈറ്റിൽ ഇല്ലെങ്കിലും അയാൾ എന്താണ് ആ ഒരു പ്രോപ്പർട്ടി ഫുൾ എക്സ്റ്റെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ ബെനഫിഷ്യൽ ഓണർ ആയിട്ട് കൺസിഡർ ചെയ്ത് എന്താണ് നമ്മൾ ഇൻകം ടാക്സ് പർപ്പസ് കാണുമെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ. ആ സ്റ്റേറ്റ്മെന്റ് റീസൺ കറക്റ്റ് ആണ്. ഇത് എന്താണ്? ലീഗൽ ഓണർഷിപ്പ് ഈസ് നോട്ട്
മാൻഡേറ്ററി. ദ റീസൺ ഈസ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ അസേർഷൻ. അടുത്തത് നോക്കിയേ, അടുത്തതും വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് 1 തന്നേക്കാണ്, എ പേഴ്സൺ ഹു ട്രാൻസ്ഫർ എ ഹൗസ് ടു ഹിസ് മൈനർ അൺമാരീഡ് ഡോട്ടർ. അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ് അയാളുടെ വീട് മൈനർ ആയിട്ടുള്ള അൺമാരീഡ് ആയിട്ടുള്ള ഡോട്ടർക്ക് വിത്തൗട്ട് കൺസിഡറേഷൻ, യാതൊരു രീതിയിലുള്ള കൺസിഡറേഷനും വാങ്ങാതെ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? ഡീംഡ് ടു ദ ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ശരിയാണോ മക്കളെ? നമ്മൾ പറഞ്ഞാണ് ഡീംഡ് ഓണർ. ശരിയാണോ? ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞേക്കുന്നത്? എ പേഴ്സൺ ഹു ഗെറ്റ് ദ പൊസിഷൻ അണ്ടർ ദ പെർഫോമൻസ് കോൺട്രാക്ട് ആക്ട്. പെർഫോമൻസ് കോൺട്രാക്ട് ആക്ടിന്റെ പ്രകാരം എന്താണ്? അണ്ടർ 53A പ്രകാരം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ഡീംഡ് ഓണർ. അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ഡീംഡ് ഓണർ. നോട്ട് ട്രീറ്റഡ് ആസ് ഡീംഡ് ഓണർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത നോക്കിയേ, എ ലീസ് ഫോർ എ ടേം of 11 years 11 വർഷം ഇവൻ വിത്ത് ദ റിന്യൂവൽ ഓപ്ഷൻ. റിന്യൂവൽ ഓപ്ഷൻ ഉണ്ട്. ആ ടേംസ് വന്നേക്കുന്നത് എത്രയാണ്? 11 വർഷമാണ്. അതിനെ മേക്ക് ലീസ് എ ഡീംഡ് ഓണർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമോ? 11 വർഷമാണോ? അല്ല, 12 വർഷമായിരിക്കും അല്ലെ. അതായത് എന്താണ്? റിന്യൂവൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും 12 വർഷത്തിന് മേളിലുള്ള ടേംസ് ഉണ്ടെങ്കിൽ എന്തായിട്ട് വരത്തുള്ളൂ? ഡീംഡ് ഓണർ ആയിട്ട് വരും. അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും? ഏതാ മക്കളെ ആൻസർ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന കറക്റ്റ് ആണ്, ആസ് പെർ ഡീംഡ് പ്രൊവിഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. അതായത് എന്താണ്? പൊസിഷൻ അണ്ടർ ദ പാർട്ട് ഓഫ് പെർഫോമൻസ് കോൺട്രാക്ട് ആക്ട് 53A പ്രകാരം അയാളെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഡീംഡ് ഓണർ ആയിട്ടാണ്. നോട്ട് എന്നല്ലേ അവിടെ പറഞ്ഞത്, അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. 12 ഇയേഴ്സ് ആകണമായിരുന്നു, 11 ഇയേഴ്സ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 3യും എന്താണ്? തെറ്റാണ്. മക്കളെ അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു പോയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കേസ് ഓഫ് ഡീംഡ് ഓണർഷിപ്പ് അണ്ടർ സെക്ഷൻ 27 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 27 പ്രകാരം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കേസ് ഓഫ് ഡീംഡ് ഓണർഷിപ്പ്. താഴെ പറയുന്ന ഡീംഡ് ഓണർഷിപ്പിന്റെ കേസ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ദ ഹൗസ് ട്രാൻസ്ഫേർഡ് ടു സ്പൗസ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. ആഡിക്വേറ്റ് കൺസിഡറേഷൻ കൊടുത്തില്ലെങ്കിൽ അത് എന്തായി മാറും? ഡീംഡ് ഓണർ ആയിട്ട് മാറും. ശരിയാണ്. അടുത്ത നോക്കിയേ, എ പ്രോപ്പർട്ടി ലീസ്ഡ് 10 ഇയേഴ്സ് വരികയല്ല അല്ലെ, 12 ഇയേഴ്സ് ആകണമായിരുന്നു. ഇനി അടുത്ത നോക്കിയേ, എന്താണ്? പൊസിഷൻ ടേക്കൺ അണ്ടർ ദ പാർട്ട് ഓഫ് പെർഫോമൻസ് കോൺട്രാക്ട് ആക്ട്. പെർഫോമൻസ് കോൺട്രാക്ട് ആക്ടിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഒരു പോർഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതും എന്താണ്? ഡീംഡ് ഓണർ ആയിട്ട് വരും. ദ മെമ്പർ ഓഫ് ദി കോർപ്പറേറ്റ് സൊസൈറ്റി അലോക്കേറ്റഡ് എ ഫ്ലാറ്റ്, അതും ഏതായിട്ട് വരും? ഇതിന്റെ നമ്മളോട് ചോദിച്ച നോട്ടാണ്. നോട്ട് ആയതുകൊണ്ട് തന്നെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഡീംഡ് ഓണറിനകത്ത് വരുന്നതല്ലേ അല്ലെ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. മക്കളെ മനസ്സിലായോ? നമ്മൾ കൃത്യമായിട്ട് ഒരു ഏരിയ പഠിക്കണം. ഒരു ഏരിയ പഠിക്കുന്നത് ഇന്ന് വളരെ ചെറിയ വീഡിയോ അല്ലേ, വളരെ ചെറിയ കാര്യമാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകൾ നമ്മൾ കണ്ടു അല്ലെ. അതുപോലെ തന്നെ വന്നേക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. നോക്കിയേ, രവി ആസ് എ മെമ്പർ ഓഫ് ദി ഹൗസിംഗ് കോർപ്പറേറ്റ് സൊസൈറ്റി ഈസ് അലോക്കേറ്റഡ് എ ഫ്ലാറ്റ് ഫോർ എ റെസിഡൻഷ്യൽ പർപ്പസ്. Allocated a flat for residential purpose under a scheme. The legal title flat remain with the society. Societyയുടെ പേരിൽ തന്നെയാണ് ലീഗൽ ടൈറ്റിൽ ഇരിക്കുന്നത്. Who will be the under the head income from house property? ഇന്റർഹെഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ആർക്കാണ് ടാക്സ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓർത്ത് വെച്ച് ഇവിടെ വന്നേ, രവി എന്ന് പറയുന്നത് ഹൗസിംഗ് കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ ഒരു മെമ്പറാണ്. അയാൾക്ക് ഹൗസിംഗ് കോർപ്പറേറ്റ് സൊസൈറ്റി എന്ത് ചെയ്തു? ഒരു ഫ്ലാറ്റ് അലോക്കേറ്റ് ചെയ്തു അല്ലെ. ഫ്ലാറ്റ് അലോക്കേറ്റ് ചെയ്തു. അതിന് ലീഗൽ ടൈറ്റിൽ ആരുടെ അടുത്ത് തന്നെയാണ്? ആ ഹൗസിംഗ് എന്നാണ് ആ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വിൽ ബി ടാക്സ് എങ്ങനെയാണ് വരുന്നത്? ഇൻകം ഫ്രം ഹൗസിംഗ് പ്രോപ്പർട്ടിയിൽ ആരുടെ പേരിലായിരിക്കും? ആരെ കൺസിഡർ ചെയ്യുന്നത്? ഇവിടെ രവിയെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഡീംഡ് ഓണർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ രവി എന്ന് പറയുന്ന ഡീംഡ് ഓണർ ആണ്, ആൻഡ് ഹീസ് ദ ഡീംഡ് ഓണർ ഓഫ് ദി ഓണർ. അപ്പൊ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? ആസ് പെർ ദ സെക്ഷൻ 27 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, ദ മെമ്പേഴ്സ് ഓഫ് കോർപ്പറേറ്റ് സൊസൈറ്റി ഹു ആർ അലോക്കേറ്റഡ് എ ഫ്ലാറ്റ് ആർ ഡീംഡ് ഓണർ ഈവൻ ഇഫ് ലീഗൽ ടൈറ്റിൽ റിമൈൻ ദ സൊസൈറ്റി. മക്കളെ പഠിച്ചതല്ലേ, പഠിച്ചത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രമേശ് ട്രാൻസ്ഫർ ഹിസ് ഹൗസ് പ്രോപ്പർട്ടി ടു ഹിസ് വൈഫ്. രമേശ് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു ഹിസ് ഹൗസ് പ്രോപ്പർട്ടി അയാളുടെ വൈഫിന്.
വിത്തൗട്ട് കൺസിഡറേഷൻ ഒന്നും വാങ്ങാതെ. He earned the rental income. എന്നിട്ട് അയാൾക്ക് എന്താണ്? He earned rental income from the house property. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റൽ ഇൻകം കിട്ടി. അണ്ടർ ഇൻകം ടാക്സ് ആക്ടിനനുസരിച്ച് എങ്ങനെയാണ് ആ ഇൻകം ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൽ ബി ടാക്സ്ഡ് ഇൻ ദ ഹെഡ് ഓഫ് ദി വൈഫ്. വൈഫിന്റെ ഹെഡിൽ അതാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതോ വിൽ ബി ടാക്സ്ഡ് ഇൻ രമേശ് ഹെഡ്സ്, ഹി ഈസ് ദ ഡീംഡ് ഓണർ അല്ലേ? രമേശിന്റെ ഹെഡിലല്ലേ ഉള്ളൂ. രമേശിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഡീംഡ് ഓണർ ആയിട്ട്. അപ്പൊ ഇങ്ങനെ വരും. കേസ് തന്നിട്ട് നമ്മളോട് ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കിയാ പഠിക്കുന്നതെങ്കിൽ ഒരു പാടുമില്ല, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ പഠിച്ചാൽ ഞാൻ പറയുന്ന പോലെ തന്നെ മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക. എങ്ങനെയെല്ലാം അവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടോ അങ്ങനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പാടുള്ള ക്വസ്റ്റ്യൻ വന്നാലും പിക്ക് ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങൾ റാങ്കിൽ കയറുകയും ചെയ്യും. അപ്പോൾ മാസ്റ്റർ കീയിൽ ഈ രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. മാസ്റ്റർ കീയുടെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, PDF മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്ത് തരുന്ന മെന്റേഴ്സും നമ്മളിവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നമ്മളോട് കോൺടാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അടുത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എന്താണ്? ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ദ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇൻകം ടാക്സ് പർപ്പസ്. ഇൻകം ടാക്സിന്റെ പർപ്പസിലുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആണ് ഏതെന്ന് പറയുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. റെന്റൽ ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടീസ് ബീയിങ് ബിൽഡിംഗ്, ലാൻഡ്, അപ്പാരന്റ് which the taxpayers to the owner is charged to the under the head of income from house property. Income from house property എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? സെക്കൻഡ് ഹെഡ് ആണ്. ഇതിന്റെ അകത്ത് എന്താണ്? ഒരു റെന്റൽ ആയിട്ടുള്ള ഇൻകം, നമ്മൾക്ക് ബിൽഡിങ്ങിൽ നിന്നോ ലാൻഡ് അപ്പാരന്റിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന ആ റെന്റൽ ആയിട്ടുള്ള ഇൻകം ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി എന്താണ്? ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 റിഗാർഡിംഗ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആർ കണ്ടൈൻഡ് സെക്ഷൻ 2 to സെക്ഷൻ 27. അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം സെക്ഷൻ 22 മുതൽ 27 വരെയുള്ള ഏരിയയിലാണ് എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ സെക്ഷൻ ഏതാ മക്കളെ? സെക്ഷൻ 22 മുതൽ 22 മുതൽ 27 വരെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ സെക്ഷൻ എന്ന് പറയുന്നത്. ദ ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് നോട്ട് എറ്റ് ദ ഇൻകം ആക്ച്വലി റിസീവ്ഡ് ആസ് റെന്റ് ബട്ട് ഇറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ മേക്കിംഗ് സർട്ടൻ ഡിഡക്ഷൻസ്. അതായത് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാര്യം, അതായത് നമുക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകംസ് മാത്രം വെച്ചുകൊണ്ടല്ല നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിനകത്ത് എന്ത് വരുന്നുണ്ട്? certain ഡിഡക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുമൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കുന്ന? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക. നോട്ട് ദ ഇൻകം ആക്ച്വലി റിസീവ്ഡ്. ആക്ച്വലി റിസീവ് ചെയ്ത ഇൻകത്തെ മാത്രം വെച്ചുകൊണ്ടല്ല, അതിൽ കുറച്ചൊക്കെ ഡിഡക്ഷനുകളും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നോക്കിയേ, ബേസിക് ചാർജ് വരുന്നതാണ്. ഒരു തവണത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് ഈ ബേസിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിനകത്ത് എന്താണ്? ഇൻകം ഫ്രം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ദ ബേസിക് ചാർജ് ഈസ് ദ ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് ബേസിക് ചാർജ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആണ് എന്തെന്ന് പറയുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലകത്ത് എന്താണ് ബേസിക് ചാർജസ് എന്ന് പറയുന്നത്? ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ബേസിക് ചാർജ് അല്ല, ബേസിസ് ഓഫ് ചാർജ്. ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി. അടുത്തതാണ് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The land apparent to the building include, അതായത് ലാൻഡ് അല്ലെങ്കിൽ ലാൻഡ് അപ്പറന്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? അതായത് കോമ്പൗണ്ട് വരുന്നുണ്ട്, പ്ലേ ഗ്രൗണ്ട് വരുന്നുണ്ട്, കിച്ചൺ ഗാർഡൻ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ? എന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പറന്റ്. ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആ നെക്സ്റ്റ് വൺ ആണ് അസസി ഷുഡ് ബി
the owner of the house property. Assessee should be the owner of the house property. The annual value of the house property is assessed to tax only the hand of the owner if it is not in receipt of any income. അതായത് അയാൾ ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും, അയാൾ ഇൻകം ഒന്നും റിസീവ് ചെയ്തിട്ടില്ല എങ്കിലും ആനുവൽ ആയിട്ടുള്ള ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടാക്സ് ചാർജ് ചെയ്യുന്ന ആരുടെ പേരിലായിരിക്കും? അസസിയുടെ പേരിലായിരിക്കും. The annual value of the property is assessed to tax only the hand of the owner. ഓർത്ത് വെച്ചോണം കേട്ടോ. Any person other than the owner, even through he is in the receipt of rent, shall not be liable to tax under this head. അതായത് ഓണർ അല്ലാത്ത ഒരാൾ റെന്റ് ഒക്കെ റിസീവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾ എന്തല്ല, നോട്ട് ബി ലൈബിൾ ടു അണ്ടർ ദിസ് ഹെഡ്, ഈ ഹെഡിന്റെ അകത്ത് ലൈബിൾ അല്ല. ദാറ്റ് ഈസ് വൈ ദ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്, അതുകൊണ്ടാണ് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓർത്ത് വെച്ചോണം. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ the head of ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് ഓർത്ത് വെക്കുക, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓർത്ത് വെച്ചാണ് ഒരു തവണത്തെ ചോദ്യമായിരുന്നു. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത് അതായത് ഏതിന്റെ അണ്ടറിൽ വരത്തില്ല? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരത്തില്ല. അത് ഏതിലേ വരത്തുള്ളൂ? ഇൻകം ഫ്രം അതർ സോഴ്സിലേ വരത്തുള്ളൂ. It is not used for the assessee's business or profession. ആ ഒരു ബിൽഡിംഗ് നമ്മൾ എന്താണ് അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ യൂസ് ചെയ്യുന്നത് ആയിരിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. If the property or the portion of such property is occupied by the assessee for the purpose of his own business, അയാളുടെ സ്വന്തം ബിസിനസ്സിനോ സ്വന്തം പ്രൊഫഷനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കരുത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ അദ്ദേഹത്തിന് പ്രോഫിറ്റ് വല്ലതും ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ such business and professions are assessed under to അത് ിലേക്കായിരിക്കും പോകുന്നത്, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലേക്കായിരിക്കും പോകുന്നത്. ദ ആനുവൽ വാല്യൂ ഓഫ് ദ റെസീപ്റ്റ്സ് ഓഫ് സച്ച് പ്രോപ്പർട്ടി ഓർ പോർഷൻ ഇഫ് ഈസ് നോട്ട് ടാക്സബിൾ ടു ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അത് ഏതിന് അണ്ടറിൽ വരത്തില്ല? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരത്തില്ല. ഓർത്ത് വെച്ചോണം. അടുത്തതാണ് കോ ഓണർഷിപ്പ്. കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ two or more persons own a house property jointly. രണ്ടോ അതിലധികമോ ആളുകൾ ജോയിന്റ് ആയിട്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുകയാണ് എങ്കിൽ they are known as co-owners. അവരെയാണ് എന്ന് പറയുന്നത് co-owners എന്ന് പറയുന്നത്. If the individual share of each co-owner is definite and ascertained. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഏകദേശം 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ വിലയുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടിയാണ് 3 പേരാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഈ 3 പേരുടെയും പോർഷൻസ് എത്രയാണ് എന്ന് മനസ്സിലാക്കുക. 3 പേരുടെയും പോർഷൻസ് എത്രയാണ് എന്ന് അസസ് ചെയ്യുക. അവരുടെ 3 പേരുടെയും ഷെയർ എത്രയാണെന്ന് അസസ് ചെയ്യുക. ദെൻ ദ ഷെയർ ഓഫ് ഈച്ച് പേഴ്സൺ, ഓരോരുത്തരുടെയും ഷെയർ ഓഫ് എത്രയാണോ അത് വെച്ചുകൊണ്ട് ഷാൾ ബി ടാക്സബിൾ ഇൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഓരോരുത്തരും എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നുണ്ടോ അവരുടെ ആ ഒരു പോർഷൻ അവരെന്താണ് ടാക്സബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം. ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ദി ഫാം ഹൗസ്. ഓർത്ത് വെക്കുക, ഒന്നാമത്തെയാണ് ഇൻകം ഫ്രം ഫാം ഹൗസ്. ആനുവൽ വാല്യൂ ഓഫ് 1 പാലസ് ഓഫ് ആൻ എക്സ് ഇന്ത്യൻ റൂളറുടെ ഒരു പാലസ് ഓഫ് ആൻ ആനുവൽ വാല്യൂ ഓഫ് 1 ആണ്. ഒരൊറ്റ പാലസിന്റെ കേസ് വരത്തുള്ളൂ കേട്ടോ. ആനുവൽ വാല്യൂ ഓഫ് 1 പാലസ് ഓഫ് ആൻ എക്സ് ഇന്ത്യൻ റൂളർ. ആൻഡ് ഇൻകം, അടുത്ത മൂന്നാമത്തെ കേസ് എന്ന് ഓർക്കുക, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ. ഓർത്ത് വെച്ചാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് ഒരു ലോക്കൽ അതോറിറ്റിയോ ഒരു സയന്റിഫിക് റിസർച്ച് അസോസിയേഷനോ ഒരു ട്രേഡ് യൂണിയനോ. ഒരു തവണത്തെ ക്വസ്റ്റ്യൻ വന്നാട്ടോ, തെറ്റിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് ലോക്കൽ അതോറിറ്റിയോ സയന്റിഫിക് റിസർച്ച് അസോസിയേഷനോ ട്രേഡ് യൂണിയനോ ചാരിറ്റബിൾ ട്രസ്റ്റോ പൊളിറ്റിക്കൽ പാർട്ടിയോ. നമ്മളോട് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഓൺ ചെയ്യുന്ന രമേശ് ഒരു ബിൽഡിംഗ് ഓൺ ചെയ്യുന്നുണ്ട്, എന്നിട്ട് രമേശ് അത് ട്രേഡ് യൂണിയന് പ്രവർത്തിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് ടാക്സബിൾ ആണോ എന്ന് ചോദിക്കും. ഓൺ ചെയ്യുന്ന ആരാ? രമേശ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? അത് ടാക്സബിൾ ആയിരിക്കും. ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ, ഓൺ ചെയ്യുന്ന ലോക്കൽ അതോറിറ്റിയോ സയന്റിഫിക് റിസർച്ച് അസോസിയേഷനോ ട്രേഡ് യൂണിയനോ ചാരിറ്റബിൾ ട്രസ്റ്റോ പൊളിറ്റിക്കൽ പാർട്ടീസോ യൂണിവേഴ്സിറ്റിയോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഹോസ്പിറ്റലോ അതർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ ആണ് എങ്കിൽ അതും എന്തായിരിക്കും? ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ദ അസസിയുടെ ബിസിനസിനും പ്രൊഫഷനും ഒക്കെ വേണ്ടിയാണ് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നെങ്കിൽ അതും എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇൻകം ഫ്രം ദ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ്. ഇൻകം ഫ്രം എ സെൽഫ് ഒക്കുപ്പൈഡ്, 2 ഹൗസ് വരെ ഇപ്പം എക്സംപ്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ഇൻകം ഫ്രം എ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ, നമ്മൾ വളരെ ചെറിയ കാര്യമാണ് പഠിച്ചത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഇൻകം ഫ്രം സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് ഈസ് നോട്ട് ടാക്സബിൾ
income from self-occupied house is not taxable under the head income from house property. ശരിയാണല്ലേ? ഇനി എന്താ പറയുന്നത്? The annual value of self-occupied house is treated as nil under section 23 subsection 2 subsection A of the Income Tax Act. അതല്ലേ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആനുവൽ വാല്യൂ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിന്റെ ആനുവൽ വാല്യൂ നിൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെക്ഷൻ 2 സെക്ഷൻ 23 സബ്സെക്ഷൻ എ പ്രകാരം ഇൻകം ടാക്സ് ആക്ടിന്റെ. ശരിയാണോ മക്കളെ? അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ശരിയാണല്ലേ? രണ്ടും ശരിയാണ്. ദ ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് ഈസ് ട്രീറ്റഡ് ആസ് നിൽ, ഹെൻസ് ദർ ഈസ് നോ ടാക്സബിൾ ഇൻകം. ഓർത്ത് വെച്ചാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് പ്രോപ്പർട്ടി ഈസ് ചാർജബിൾ അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണോ? ഈ സബ്ലെറ്റിംഗ് ആകുമ്പോൾ ഏതിൽ വരുമെന്ന് ഞാൻ പറഞ്ഞത്? സബ്ലെറ്റിംഗ് ആണെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്, അപ്പൊ അത് തെറ്റാണ്. ഇനി അടുത്ത നോക്കിയേ, ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ദ അസസീസ് ഓൺ ബിസിനസ് ഈസ് എക്സംപ്റ്റ് അണ്ടർ ഹെഡ്. അതല്ലേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ഓൺ ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്. ശരിയാണ് അല്ലേ? അടുത്ത നോക്കിയാൽ ആനുവൽ വാല്യൂ ഓഫ് എ പാലസ് ഓൺഡ് ബൈ ആൻ എക്സ്ക്ലൂഡർ ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. അതും ശരിയാണ് അല്ലേ? അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം ശരിയാണ് അല്ലേ? 2ഉം 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശരിയല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, which of the following is not a condition of charging the income under the head? Not a condition of charging the income under the head income from house property. ഇവിടെ നോക്കിയേ, the property must be consist a building or land apparent. അത് ശരിയാണ്, കൺസിഡർ ചെയ്യുന്നതാണ് അല്ലെ? നോട്ട് എ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. The property must be situated in India. അടുത്തത് എന്താ പറയുന്നത്? The assessee must be ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഇനി എന്താണ്? ദ പ്രോപ്പർട്ടി മസ്റ്റ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ബിസിനസിനും പ്രൊഫഷനും ഒന്നും യൂസ് ചെയ്യാത്തതായിരിക്കണം. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ദർ ഈസ് നോ റെസ്ട്രിക്ഷൻസ് ദാറ്റ് ദ ഹൗസ് പ്രോപ്പർട്ടി മസ്റ്റ് ബി ഇൻ ഇന്ത്യ. ഈവൻ ദ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ക്യാൻ ബി ടാക്സ്ഡ് അണ്ടർ ഹിസ് ഹെഡ് ഇഫ് ദ അസസി ഈസ് ഓർഡിനറി റെസിഡൻസ്. നമ്മൾ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ പഠിക്കും. അന്നേരം നമുക്ക് അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നോക്കിയേ, അർജുൻ ഓർത്ത് വെക്കുക, അർജുൻ ഓൺ എ ഹൗസ് ഇൻ ചെന്നൈയിൽ അർജുൻ ഒരു ഹൗസ് ഓൺ ചെയ്യുന്നുണ്ട്. ബട്ട് ഹാസ് ബീൻ ഗിവൺ ഇറ്റ് ഓൺ ലീസ്. അത് ലീസിന് കൊടുത്തു. ഒരു ലോക്കൽ ട്രേഡ് യൂണിയന് ഓഫീസ് ആക്കാനായിട്ട് ലീസിന് കൊടുത്തു. ദ യൂണിയൻ പേ മന്ത്ലി റെന്റ് യൂണിയൻ പേ ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ബി ദ ടാക്സ് ട്രീറ്റ്മെന്റ് ഇൻ അർജുൻസ് ഹെഡിന്റെ അകത്ത് അർജുന്റെ ആ ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിനകത്ത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? ദ റെന്റ് ഈസ് എക്സംപ്റ്റ് ബിക്കോസ് ദ ടെനന്റ് ഈസ് ട്രേഡ് യൂണിയൻ. ആണോ? ഇൻകം എക്സംപ്റ്റ് ആണോ? ഇവിടെ എന്താണ്? ഓണർ ആരാണ്? അർജുനാണ്. അതുകൊണ്ട് തന്നെ എക്സംപ്റ്റ് അല്ല, തെറ്റാണ്. റെന്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് റെന്റ് ഈസ് എക്സംപ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ ഹൗസ് ഈസ് ഓൺഡ് ബൈ ദ സോഷ്യൽ ക്ലോസ്. തെറ്റാണ്. അതെന്താണ്? റെന്റ് ഈസ് ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. അല്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും അല്ലെ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ ചാർജ് ചെയ്യും. ബിക്കോസ് അതിന്റെ ഓണർ ആരാണ്? അർജുനാണ് അല്ലെ? അർജുനാണ് അതിന്റെ ഓണർ. മക്കളെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചു പോകുന്നത്. ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ MCQസും ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കൂടും. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? ആ ഏരിയ നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ആ ഏരിയ ഒന്നുകൂടി പഠിക്കുക, മാക്സിമം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പം മാസ്റ്റർ കീയുടെ ക്ലാസ്സുകളെല്ലാം ഈ രീതിയിലാണ് പോകുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ആളുകൾ, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം എന്ന് ഉറപ്പുള്ള ആളുകൾ നമ്മളോടൊപ്പം വന്ന് ചേരുക. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ക്ലാസ് ആയിട്ട് വേണം, ഒരു ക്ലാസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, ഒരു പർട്ടിക്കുലർ ഏരിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ ഒന്ന് അറിയിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയാസ് ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ അത് അറിയിക്കുക. അതുപോലെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. കൃത്യമായും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു KFC എന്ന് പറയുന്ന എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.